ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നോമ്പ് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലാത്ത പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും പാടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ക്യാപ്സിക്കം ഒന്നും അധികം ഇട്ട് വഴറ്റി വേവിക്കണം എന്നില്ല കേട്ടോ. 2 മിനിറ്റ് നേരം ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് യോജിച്ച് വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ഫില്ലിങ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതാ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പഫ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതൊരു എൽ ഷേപ്പിൽ ഇതുപോലെ 4 ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 4 സൈഡിൽ നിന്നും ക്രോസ് ആയിട്ട് ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിലായി കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റായിട്ടൊരു മുട്ട ബീറ്റ് ചെയ്തതും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. ഓക്കെ, ബൈ.